നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം സ്ഥാനാർബുദം എന്നുള്ളതാണ്. വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ചന്ദ്രമോഹനാണ്. ഡോക്ടർ ചന്ദ്രമോഹൻ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഓൺകോളജി വിഭാഗം സർജനാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പം ആർക്കും അത്ര അപരിചിതമായ ഒരു രോഗമല്ല, വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു അസുഖമായിട്ട് മാറി. എന്താണ് ക്യാൻസർ ഇത്രയും കൂടുതൽ വ്യാപരിക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ എത്രമാത്രം ഇത് നമ്മുടെ സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്? വളരെ ഭീതിജനകമായ രീതിയിൽ ക്യാൻസറിൻ്റെ സംഖ്യ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. ഇതിനെക്കുറിച്ചുള്ള വളരെ ആധികാരികമായ കണക്കുകൾ നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഓരോ വർഷവും ഈ ക്യാൻസറിൻ്റെ സംഖ്യ വളരെ കൂടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിലെ കണക്ക് മൊത്തമായിട്ട് നമ്മൾ പ്രൊജക്റ്റഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓരോ വർഷവും 50,000 പേർക്ക് പുതിയതായിട്ട് ക്യാൻസർ പിടിക്കുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ക്യാൻസറിൻ്റെയും സംഖ്യ കൂടുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സാധാരണമായൊരു ക്യാൻസറാണ് സ്തനാർബുദം. ഒരു വർഷം ഏതാണ്ട് 7,000-ലധികം പേർക്ക് കേരളത്തിൽ സ്തനാർബുദം പിടിപെടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഒരാൾക്ക് സ്തനാർബുദം വരാനായിട്ട് എത്ര ചാൻസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിലെ കണക്കുകൾ അനുസരിച്ചിട്ട് 1,00,000 പേരിൽ ഒരു 43ഓളം പേർക്ക് പ്രതിവർഷം പുതിയതായിട്ട് സ്തനാർബുദം പിടിപെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇന്ത്യയിലെ നഗരങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം, നമ്മുടെ മറ്റ് സിറ്റികളൊക്കെ തന്നെ ഈ ക്യാൻസറിൻ്റെ കാര്യത്തിലും സ്തനാർബുദത്തിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് വളരെ ദീർഘമായൊരു ചർച്ചയുടെ വിഷയമാണ്. എന്തൊക്കെ പറഞ്ഞാലും അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ബോധവാന്മാരാകേണ്ട ഒരു കാര്യം, ഈ ക്യാൻസറുകൾ ഒരിക്കലും ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗമാണ്. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ, അതിലേക്ക് നമ്മൾ പിന്നീട് ചർച്ചയിൽ പിന്നെ വരുന്നുണ്ട്, ആ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് എന്നുള്ളൊരു പ്രധാനമായ പാഠമാണ് ഇത് നമുക്ക് തരുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ശൈലയാണ്, ബാംഗ്ലൂരിൽ നിന്ന്. ശൈല, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, ഞാനൊരു കുറച്ച് 6 months ബിഫോർ ഹിസ്റ്റക്ടമി ചെയ്തിരുന്നു. അതെ. അതിനുശേഷം എൻ്റെ ബ്രസ്റ്റിൽ കുറച്ച് വേദന കൂടുതലാണ്. അതെ. ഇത് എന്തെങ്കിലും സ്ഥാനാർബോധത്തിന്റെയോ അല്ല എന്തെങ്കിലും ചാൻസ് ആയിരിക്കുമോ? എത്ര വയസ്സുണ്ട് ശൈലിക്ക്? വയസ്സ് 42. ഓക്കെ. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഞാൻ വയസ്സ് ചോദിക്കാൻ കാരണമുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്തനാർബുദത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, സ്തനാർബുദത്തിന് കാരണമാകുന്ന കാരണങ്ങൾ. അതിൽ വളരെ പ്രധാനമായ റിസ്ക് ഫാക്ടർ ഏജാണ്. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടും. ഒരു ചെറുപ്പക്കാരിയായ കുട്ടി ഒരു ബ്രസ്റ്റിൽ അമ്പുമായിട്ട് വരുവാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ 70-80 വയസ്സുള്ള ഒരാൾക്ക് വരികയാണെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്. അക്കാര്യത്തിൽ അപ്പോൾ ഈ പ്രധാനമായ ഒന്നാണ് വയസ്സിന് ഉള്ളത്. രണ്ടാമത് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു നേരിയ തോതിലെങ്കിലും പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻസറാണ് ഈ സ്തനാർബുദം. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്തനാർബുദത്തിൻ്റെ അസുഖം വന്നിട്ടുണ്ടോ? ആർക്കും ക്യാൻസർ ഹിസ്റ്ററി ഒന്നുമില്ല. ഇല്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ആ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല. ഏജിൻ്റെ റിസ്ക് ഫാക്ടർ വലുതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഈ പെട്ടെന്ന് ഒരു 40 വയസ്സിന് ശേഷം സിംറ്റം വരുന്ന സ്ഥിതിക്ക് അടുത്തുള്ള ഒരു ക്യാൻസർ ശസ്ത്രക്രിയ വിദഗ്ധനെ സമീപിച്ചതിന് ശേഷം ഈ ഒരു സ്ഥലങ്ങളുടെ പരിശോധനയും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ മാമോഗ്രാം എന്ന് പറയുന്നൊരു ടെസ്റ്റും നടത്തണം. ഈ 2 ടെസ്റ്റിലും കുഴപ്പമൊന്നുമില്ല എന്ന് വരികയാണെങ്കിൽ നമുക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ സ്തനാർബുദം തന്നെയാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറഞ്ഞു തരാമോ? അത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറഞ്ഞത് ഈ 2 ടെസ്റ്റുകൾ, ഒന്ന് നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അല്ലെങ്കിൽ രണ്ടാമത് മാമോഗ്രാഫി. അപ്പം ഇപ്പം നമ്മുടെ കാളൊക്കെ വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ് സ്തനാർബുദത്തിൻ്റെ റേറ്റ്. നമുക്കിപ്പം 1,00,000 പേരിൽ 40 പേർക്ക് വരുന്നെങ്കിൽ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ആണെങ്കിൽ 1,00,000 പേരിൽ ഒരു 130 പേർക്കോളം ബ്രസ്റ്റ് ക്യാൻസർ വരും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ നാഷണൽ ഗൈഡ് ലൈൻസിനകത്ത് ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആൾക്കാർ സ്തനാർബുദം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ അത്തരം ഒരു നിബന്ധന വരുത്തുന്നതിന് ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൊന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത്രയും കോമൺ അല്ല. ഇപ്പം തന്നെ 40 തിരുവനന്തപുരത്തുണ്ടെങ്കിലും പല ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കുറച്ച് കുറവായിരിക്കും. മാത്രമല്ല ഈ സ്ക്രീനിങ് അഥവാ ഈ ടെസ്റ്റിന് സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുന്നതിന് ടെസ്റ്റാണ് സ്ക്രീനിങ്.
അപ്പോൾ ഈ സ്ക്രീനിങ് നടത്തുന്നതിന് അതിൻ്റെതായ സാമ്പത്തിക ബാധ്യതയുണ്ട്. അതിനുശേഷം സ്ക്രീനിങ് നടത്തി കണ്ടുപിടിക്കുമ്പം പെടുന്ന ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് കുറേ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതിന് പൈസ ചിലവാകും. അപ്പോൾ ഇത്തരം ഉള്ള കുറേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്ക്രീനിങ് അത്ര വ്യാപകമല്ല. എന്നിരുന്നാൽ തന്നെയും എന്തെങ്കിലും ഒരു സിംറ്റം ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് 40-50 ദിവസം കഴിഞ്ഞ ആൾക്കാർ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും മാമോഗ്രാഫിയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് പെരിന്തൽമണ്ണയാണ്. പേരെന്താണ്? ശ്രീദേവി. ശ്രീദേവി, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഹലോ പറയൂ ശ്രീദേവി. ഞാൻ ശ്രീദേവി. ഹലോ പറയൂ ശ്രീദേവി. അതെ, എന്റെ രണ്ട് ബ്രസ്റ്റിനും ചെറുതായിട്ട് 39 വയസ്സുണ്ട്. ചെറുതായിട്ട് ഈ മെൻസസിന്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു വേദന വരാറില്ല. അത് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അത് സ്തനാർബുദത്തിന്റെ ലക്ഷണമാണോ? ഇല്ല, ഒട്ടുമല്ല. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ സ്തനാർബുദത്തിനെ കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫലമായിട്ട് ആവശ്യമില്ലാത്ത ഭീതിയാണ് ആൾക്കാർക്ക് കൂടുന്നത്. അപ്പം ഈ മെൻസസ് സംബന്ധമായിട്ട് വരുന്ന പെയിനോ അല്ലെങ്കിൽ ലംപിനെസ്സോ ഒക്കെ സ്തനാർബുദമായിട്ട് ലക്ഷണമില്ല. എന്നാൽ തന്നെയും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ സിംറ്റംസ് എത്ര വർഷമായിട്ടുണ്ട്, നമുക്ക് ഓർമ്മ വെച്ച കാലം മെൻസസ് ആയി തുടങ്ങിയ മുതൽ ഇങ്ങനെ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഇപ്പോൾ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല. എന്നാൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഈ അടുത്ത കാലത്തായിട്ട് ബ്രസ്റ്റിൽ ലംപുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട്, അതാണ് പ്രധാനമായിട്ടും സ്തനാർബുദത്തിന്റെ ലക്ഷണം. അപ്പം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, പല രോഗികളും നമ്മോട് പറയാറുണ്ട്, ഈ സ്തനാർബുദം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന് കാരണം വേദന ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും വേദന വരണം എന്നില്ല. സ്തനാർബുദത്തിന് വേദന സാധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ പെയിൻലെസ് ലംസ് ആണ് പ്രധാനമായിട്ടും, വേദന ഇല്ലാതെ വരുന്ന കട്ടികളാണ് പ്രധാനമായിട്ടും ഈ സ്തനാർബുദത്തിൻ്റെ കാരണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന സിംറ്റം വെച്ചിട്ട് സ്തനാർബുദത്തിന് സാധ്യത കുറവാണ്. എന്നാലും പിന്നെ ഈ അടുത്ത കാലത്തുള്ള വേദന തുടങ്ങുകയാണെങ്കിലും അങ്ങനെയുള്ള സിംറ്റംസ് വരികയാണെങ്കിലും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, സ്തനാർബുദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? നമ്മൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ പറഞ്ഞു. അതെ, ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ പിന്നെ മനുഷ്യൻ്റെ ഒരു എവല്യൂഷനൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ അനാട്ടമി നോക്കുകയാണെങ്കിൽ, ഒരു മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡാണ് ഈ ബ്രസ്റ്റുകളെന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ബ്രസ്റ്റിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീകളിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെയധികം ഹോർമോണൽ ഇൻഫ്ലുവൻസ് അവിടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് മുതൽ അതിന് ലാക്ടേഷൻ വരുന്ന സമയത്തും പ്രഗ്നൻസി സമയത്തും ഹോർമോൺസിൻ്റെ ഒരു ഭയങ്കരമായൊരു ഇൻ്റർപ്ലേ ആണ് ബ്രസ്റ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത പിന്നെ മറ്റ് ക്യാൻസറുകളും കൂടുതലാണ്. അപ്പം പ്രത്യേകിച്ചും നമുക്ക് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ എന്നുള്ള ഒരു ഹോർമോണാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഈ പണ്ടുണ്ടായിരുന്ന ജീവിതചര്യകളിലൊക്കെ പലതും മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ, ഞാൻ ഇവിടെ ഗുരുവായൂരിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഷീബ എന്നാണ്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. എന്റെ ബ്രസ്റ്റിൽ 2 കുരുണ്ട്. അത് പക്ഷെ എനിക്ക് വേദന ഇല്ല. അത് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് ചോര വരുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് വേദന ഇല്ല എനിക്ക് തീരെ. പ്രധാനമായിട്ട് നോക്കേണ്ടത് ആ കുരു എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തുള്ള കുരു ആണോ എന്നുള്ളതാണ്. അത് പക്ഷെ ഒരു തടിപ്പ് ഇങ്ങനെ തോന്നുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ തൊടുമ്പോ. വേദന ഇല്ല പക്ഷെ തീരെ. ഓക്കെ, അപ്പം തൊലിപ്പുറത്തുള്ള കുരു ആണെങ്കിൽ സാധാരണ കുരുവാകാൻ സാധ്യത. അത് ഒരു കാര്യം നോക്കുക, അത് കുറച്ച് കാലത്ത് കൊണ്ട് ഒരു 2-3 ആഴ്ച കൊണ്ടങ്ങ് പോവുകയാണെങ്കിൽ അത് പ്രയാസം ഉണ്ടായിരിക്കത്തില്ല. നേരെ മറിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെയും തുടരുകയാണെങ്കിൽ മാമോഗ്രാഫി മുതലായ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമുക്ക് ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള എടുക്കാനുള്ള സമയമായി. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ ലൈവ് ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്തനാർബുദത്തെക്കുറിച്ചാണ്. ഡോക്ടർ, നമ്മൾ സ്തനാർബുദം എന്താണെന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പം പല നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള നമ്മുടെ ജീവിതചര്യയിലെയും ഒക്കെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ടായിരിക്കാം ഒരു പക്ഷേ സ്തനാർബുദം ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ പല ക്യാൻസറുകളും കൂടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു കാരണം നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ ക്യാൻസർ കൂടുന്നു എന്ന ഒരു ഫാക്റ്റ് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു.
നമുക്ക് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചുകൂടി ഒന്ന് അറിയണം. എന്താണ് ഒരാൾ ഒപ്പം തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളും നമ്മൾ അറിയണം. ഒരാൾ രോഗിയാണെന്ന് എപ്പോഴാണ് തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീകൾ ഏത് തരത്തിലാണ് ഇത് തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടത്? അതായത് ഇതിലിപ്പോൾ ഇപ്പം 1-2 കോളുകൾ നമുക്കുണ്ടായി. അവരൊക്കെ പറയുന്നത് അപ്പം സിംറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ കൺസേൺ. ഒരു പക്ഷേ ഇവരൊക്കെ വളരെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് സിംറ്റംസ് അവർ ഇഗ്നോർ ചെയ്യുന്നില്ല എന്നാണ് ഇതിനർത്ഥം. പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ സിംറ്റംസ് ഇഗ്നോർ ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ RCCയിലെ കണക്കെടുത്താൽ ഏതാണ്ട് ഒരു 3-2 ക്യാൻസറുകളും വരുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഒരു നല്ല വശം, സ്തനാർബുദത്തിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ ഇത് വളരെ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു ക്യാൻസറാണ്. ഒരു രോഗിയെ സംബന്ധിച്ച്, ഡോക്ടറെ സംബന്ധിച്ച് മാത്രമല്ല രോഗിക്ക് പോലും ഒരു പക്ഷേ കണ്ടുപിടിക്കാം. അത് കട്ടിയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം സ്തനത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു എസിമെട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടി, ലംപിനെസ്, അത് പെട്ടെന്ന് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്തനാർബുദത്തിൻ്റെ തുടക്കമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അതാണ് ആ ഒരു ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാനിത് ഹരിപ്പാട് മുതുകളത്തുനിന്ന് കനകമ്മയാണേ. കനകമ്മ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ കനകമ്മ പറയൂ. ഡോക്ടറെ, എനിക്കറിയേണ്ടത്, എനിക്കിപ്പോൾ വയസ്സ് 49 ഉണ്ട്. അതെ. പിന്നെ ഞാനൊരു 3-4 വർഷത്തിന് മുമ്പ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയി മാമോഗ്രാം ഒക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അത് സാറേ നമുക്കത് എത്ര വർഷത്തിന് ശേഷം അങ്ങനെ ചെയ്യണമെന്നും അപ്പം അന്ന് ടെസ്റ്റ് ചെയ്തു, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എത്ര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പ് ചെയ്യണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ, കനകമ്മ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എല്ലാ വർഷവും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 2 വർഷത്തിലൊരിക്കൽ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലെങ്കിലും പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. അതും പറ്റുമെങ്കിൽ പറ്റുമ്പോഴൊക്കെ ചെയ്ത് നോക്കുക. അപ്പം അത് പ്രധാനമാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ചിലവില്ലാത്ത ഒരു കാര്യമാണ് ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച് നോക്കുക. അപ്പോൾ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. അത് ഡോക്ടർമാരെ കണ്ടിട്ട്, ഈ ക്യാൻസർ ഡോക്ടർമാരെ കണ്ടിട്ട് അടുത്തുള്ള ആശുപത്രിയിൽ പോയി ഈ സ്തനാർബുദം ഉണ്ടോ എന്നൊന്ന് പരിശോധിപ്പിക്കുക. അത് വർഷം ചെയ്യാവുന്നതാണ്. ഈ കാര്യം ചെയ്താൽ മതി. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കോളർ നമ്മളോട് ചോദിച്ചത് എൻ്റെ ചികിത്സ അല്ലെങ്കിൽ കണ്ടെത്തുന്ന രീതികളെക്കുറിച്ച്. ഇത് രണ്ടും ഒന്നും പറഞ്ഞേക്കാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കട്ടി, സ്തനത്തിൽ കട്ടി ഉണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്ന വളരെ ചെറുപ്പക്കാരികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ വളരെ ചെറുപ്പക്കാർക്ക് വരെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുഴപ്പമില്ല അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് വരുള്ളൂ എന്നൊരു ധാരണ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ടൊരു നല്ല എക്സാമിനേഷൻ ഒരു ഡോക്ടറെ സമീപിച്ച് പരിശോധിപ്പിക്കുക. 3 ടെസ്റ്റ് നടത്തിയാൽ മതി ഇതിന്. 1 ക്ലിനിക്കൽ എക്സാമിനേഷൻ, 2 ഒരു മാമോഗ്രാഫി, 3 ഒരു സൈറ്റോളജി FNAC. ഈ 3 ടെസ്റ്റിന് സാധാരണ ഇതിൽ ട്രിപ്പിൾ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ 3 ടെസ്റ്റും വഴി ഒരു ഒട്ടുമിക്ക പോലെ എന്ന് പറഞ്ഞാൽ ഏതാണ് നിയർലി എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകളും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടെസ്റ്റുകളുടെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ ഡോക്ടർ. ഹലോ, ഞാൻ മുരിക്കുമ്പോഴേന്ന് അജിതയാണ് സംസാരിക്കുന്നത്. അജിത, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ, ഹലോ ഡോക്ടർ. പറയൂ അജിത. ഡോക്ടർ, 2 വർഷം കൊണ്ട് എന്റെ മോക്ക് 13 വയസ്സായി കേട്ടോ. അതെ. 2 വർഷം കൊണ്ട് മോൾ എപ്പോഴും പറയും ബ്രസ്റ്റ് വേദന എന്ന്. അത് ഇനി ഇത് പ്രായം ആവേണ്ടതാണോ, അത് ഇനി എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണോ? അല്ല, അത് വളരെ ഇത്രയും ചെറുപ്പകാലത്തിൽ ബ്രസ്റ്റ് ക്യാൻസറും അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വേദനയുണ്ടെന്ന്, അതുകൊണ്ട്. എന്നിരുന്നാലും ഒരു ഡോക്ടറെ കണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സാധ്യത വളരെ കുറവാണ്. അത് ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ഒരു പെയിൻ ആവാൻ സാധ്യത. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ അതിൻ്റെ പരിശോധനകളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, അത് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതനുസരിച്ച് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഫ്രാൻറ്റിക് ആവും. അപ്പം ഈ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പേടി വരും. അപ്പോൾ ഒരു ഫിയർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സ്തനത്തിലുണ്ടാകുന്ന ഇങ്ങനെ കട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഏതെങ്കിലും ഡോക്ടറെ നോക്കി പരിശോധിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പറ്റുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ വേണ്ടത്ര പരിശോധനകൾ നടത്താതെ ഒരു പക്ഷേ ഒരു ഓപ്പറേഷന് വിധേയരാകുന്നുണ്ട് ആൾക്കാർ. ഒരു കട്ടി വന്നെടുത്ത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിൽ ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പിന്നെയുള്ള ചികിത്സ അത് വളരെ കാര്യമായിട്ടത് ബാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 ടെസ്റ്റുകളും ചെയ്യുക. അതിന് ഉള്ള നല്ല ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക എന്നുള്ളതാണ്.
ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് ചാലക്കുടിന്ന് എൽസി ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. എൽസി ചോദിക്കൂ. ഹലോ ചോദിക്കൂ. ഇത് ചാലക്കുടിന്ന് എൽസിയാണ്. മനസ്സിലായി, പറയൂ. എന്റെ ബ്രസ്റ്റില് ഒരു ചെറിയൊരു മുഴ പോലെ വന്നിട്ട് അതിപ്പോ 6 വർഷമായി. അതെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മാമോഗ്രാഫി ഒക്കെ ചെയ്ത് നോക്കി. അപ്പൊ അതില് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഈ എറണാകുളം ലക്ഷോറിൽ പോയി ഇങ്ങനെ പറഞ്ഞ അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പൊ അതിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഇടയ്ക്ക് വേദന ഉണ്ട്. അപ്പൊ അത് എന്താണെന്നറിയാനാ. അതിൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ 6 വർഷമായിട്ടുള്ളൊരു കാര്യത്തിന് ക്യാൻസർ ആവാൻ സാധ്യത ഇച്ചിരി കുറവാണ്, പ്രത്യേകിച്ച് അത് വളരാത്ത സ്ഥിതിക്ക്. പിന്നെ രണ്ടാമത്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നടത്തി, മാമോഗ്രാം നടത്തി, അതോടൊപ്പം തന്നെ ഈ സൂചി കുത്തിവെച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ? സൂചി കുത്തിവെച്ചുള്ള പരിശോധന നടത്തിയിട്ടുണ്ടോ? ഹലോ 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 ടി വി ശ്രദ്ധിക്കാതെ സംസാരിക്കാമോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. സൂചി കുത്തിവെച്ചുള്ള പരിശോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ചെയ്തിട്ടില്ല. ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞാൽ ഈ ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 3 ടെസ്റ്റിലും കുഴപ്പമില്ലെങ്കിൽ സ്തനാർബുദമാവാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ഇത് വെച്ചിട്ട് സ്തനാർബുദമാവാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ചെക്കപ്പിൽ ഇരിക്കേണ്ട അത്യാവശ്യമാണ്. വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കാണിക്കണം. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് സ്ഥാനാർബുദത്തെക്കുറിച്ചാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഹലോ ഹലോ, ഞാൻ വടകരയാണ്. മുന്തസ്. പേരെന്താണ്? മുന്തസ്. മുംതാസ് ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ചോദിക്കും മുംതാസ്. ഹലോ, അത് പിന്നെ ഈ മെൻസസ് എടുക്കുന്ന നേരം പിന്നെ ഒരു ചെറിയ ഇങ്ങനെ ചൊറിയും, ഒരു ചെറിയ ഇരുമ്പ് കടിച്ച പോലത്തെ ഒരു ചുവന്ന തടിപ്പ് വരുന്നു. എത്ര വയസ്സായി? 42. ഓക്കെ. എത്ര വർഷമായിട്ട് ഇതുണ്ട്? അതിപ്പം 2-3 വർഷമായിട്ട്. അല്ല, ഒരു വർഷം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അതിന്റെ മുന്നേ അങ്ങനെ ഓർമ്മ ഇല്ല. മാമോഗ്രാം എന്ന് പറഞ്ഞ ടെസ്റ്റോ വല്ലതും നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, ഈ സിംറ്റംസ് ഒന്നും ഒരു സ്തനാർബുദമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാൽ പോലും ഒരു 42 വയസ്സായ ഒരു ആളാണ്. ചില സിംറ്റംസ് ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഒന്ന് ഡോക്ടറെ പരിശോധിക്കുകയും ഒരു വളരെ നിരുപദ്രവമായൊരു ടെസ്റ്റാണ് ഈ മാമോഗ്രാം. ആ ഒരു ടെസ്റ്റ് നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട്. ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ചികിത്സയാണ് ഇപ്പോൾ? പ്രധാനമായിട്ടും ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ വരുന്ന രോഗികളെ 3 തരത്തിലാണ് സ്തനാർബുദത്തിന് വേണ്ടി ചികിത്സിക്കുന്നത്. അതിൽ വളരെ പ്രധാനമായ ഒരു രീതിയാണ് ഓപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഓപ്പറേഷന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷന് മുമ്പ് വേറെ 2, അതായത് റേഡിയേഷൻ ഉപയോഗിച്ചുള്ള റേഡിയേഷൻ ചികിത്സ, അതുപോലെ തന്നെ കീമോതെറാപ്പി, ഇങ്ങനെ 3 തരത്തിലുള്ള ചികിത്സയാണുള്ളത്. അപ്പോൾ കീമോതെറാപ്പിയോടൊപ്പം തന്നെ ഒരു പുതിയ തരത്തിൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. അതായത് ഈ പുതിയതെന്ന് പറയാനില്ല, വർഷങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഈ ചില ഹോർമോൺസ്, നേരത്തെ പറഞ്ഞു ഈസ്ട്രജൻ ഒരു ഹോർമോണാണ്. അപ്പം ആ ഹോർമോണാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു പരിധിവരെ വഴിതെളിക്കുന്നത്. അപ്പോൾ ഈസ്ട്രജൻ എന്നുള്ള ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ചില ഹോർമോൺസും കൊടുക്കാറുണ്ട് ലോങ് ടൈമായിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 രീതികളോ, ശസ്ത്രക്രിയ, അതോടൊപ്പം തന്നെ റേഡിയേഷൻ ചികിത്സ, അതോടൊപ്പം തന്നെ സിസ്റ്റമിക് തെറാപ്പി, either ഹോർമോൺ ഓർ കീമോതെറാപ്പി, ഇങ്ങനെ 3 ചികിത്സകളാണ് പ്രധാനമായിട്ടുള്ളത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഹലോ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മിനിയാ വിളിക്കുന്നത്. മിനി, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഡോക്ടറിന്റെ ഹലോ ഡോക്ടറെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിനി. ഡോക്ടർ, എനിക്ക് ഇതേപോലെ എനിക്ക് റൈറ്റ് സൈഡിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ്. അത് ഓൾറെഡി സർജറി ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഒരു 8 ഇതുണ്ടായിരുന്നു, കീമോതെറാപ്പി ഉണ്ടായിരുന്നു. 8 കോഴ്സ് കഴിഞ്ഞ് എനിക്കിപ്പോ ടമോക്സിഫിൻ കഴിക്കുന്നുണ്ട്. ഞാൻ 5 ഇയേഴ്സിന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ടമോക്സിഫിൻ കഴിക്കുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ക്ലാവിക്കലിനൊക്കെ ഭയങ്കര പെയിൻ ആണ്. അതേപോലെ ആക്സിലയിൽ നമ്മൾ വൈകിട്ട് ആവുമ്പോഴേക്കും അങ്ങ് ഭയങ്കര കനം വെക്കുന്നു. പിന്നെ കൈക്ക് റൈറ്റ് സൈഡിന് നീരൊന്നുമില്ല. പിന്നെ എനിക്കത് ശരിക്കും ആ പെയിൻ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അത് മീൻസ് നെക്കിനൊക്കെ, അതേപോലെ ഇയറിന്റെ 2 സൈഡിലും ആ പെയിൻ വരുന്നുണ്ട്. അത് ഇതിനെ സംബന്ധിച്ച് ഞാൻ പെറ്റ് സ്കാൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു 3-4 മാസമേ ഉള്ളൂ. അമൃതയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അതിലെല്ലാം നോർമലാണ്. പക്ഷെ എനിക്ക് ഈ ശരിക്കും ഈ ക്ലാവിക്കൽ പെയിൻ ഒക്കെ വന്നത് അത് എന്തിന്റെ ഇതാണോ ഡോക്ടർ? ഇതിനെ സംബന്ധിച്ച് വല്ലതാണോ? 3 ചോദ്യങ്ങൾ. ഒന്ന്, വയസ്സ് എത്ര ഇപ്പം?
എനിക്ക് 50 ആയി ഓൾറെഡി. ഓക്കെ. ബ്രസ്റ്റ് ക്യാൻസർ വന്നത് 8 വർഷം മുമ്പ്? അല്ലല്ല, 3 ഇത് 3rd ഇയർ ആയുള്ളൂ. 2nd ഇയർ 2 വർഷം കഴിഞ്ഞു, 3ാമത്തെ വർഷത്തിലേക്ക് കടന്നു. 3 വർഷം മുമ്പാണ്. അപ്പം ഇതിൽ ഇപ്പം റേഡിയേഷൻ എടുത്തു കഴിഞ്ഞു? ഇല്ല, റേഡിയേഷൻ എനിക്കില്ലായിരുന്നു. കാരണം ഐക്രിനോട്സ് എല്ലാം ഇതായിരുന്നു. ഒരു പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ഒരു പ്ലസിന് നമുക്ക് റേഡിയേഷന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം കീമോതെറാപ്പിയും അതിനുശേഷം ഹോർമോൺ തെറാപ്പിയും എടുത്തു? കീമോ ചെയ്തു. എനിക്ക് 8 കീമോ തന്നു. ടമോക്സിഫനും കഴിക്കുന്നുണ്ട് 5 years. ഓക്കെ. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ഈ ടമോക്സിഫന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ പെയിനൊന്നും ഇങ്ങനെ വരാറില്ല. ടമോക്സിഫിൻ്റെ സൈഡ് എഫക്റ്റ് പ്രധാനമായിട്ടും ഈ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ യൂട്രസ് എന്നുള്ള ചെറിയ ബ്ലീഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ടമോക്സിഫൻ കൊണ്ടുള്ള എഫക്റ്റ് ആവാൻ സാധ്യതയില്ല. പിന്നെ പലപ്പോഴും മാസ്റ്റക്ടമി ആയിരിക്കും ചെയ്തത് അല്ലേ, റേഡിയേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പം മാസ്റ്റക്ടമി ചെയ്തതിന് ശേഷം അവിടെ ചിലപ്പം ഇങ്ങനത്തെ ഒരു കുറച്ച് ചേഞ്ചസ് ഒക്കെ ആൾക്കാർക്ക് വരാനുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ച് പേടി കൂടുതലാന്ന് തോന്നുന്നു. അതായിരിക്കും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തത്. പെറ്റ് സ്കാനൊക്കെ ചെയ്യേണ്ടി വന്നു. അതിലൊന്നും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലുതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് മറ്റ് സ്ഥാനത്തിന് ക്യാൻസർ ഉണ്ടോയെന്നുള്ള വരാതിരിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ അത് നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ വർഷം തോറുമുള്ള മാമോഗ്രാം വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഈ 5 വർഷം ടമോക്സിഫൻ കഴിഞ്ഞതിന് ശേഷം അത് ചിലപ്പം വേറൊരു ഗുളികയിലേക്ക് മാറ്റും. അങ്ങനെ 5 വർഷം കൊണ്ട് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി. അധികമായിട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഈ വരുന്ന സിംറ്റംസൊക്കെ ഈ സൈഡ് എഫക്ട്സ് ടമോക്സിഫൻ്റെയോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയോ സിംറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നെഗറ്റീവ് ആയ സ്ഥിതിക്ക്. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. സ്ഥാനാർബുദം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയുള്ള കാര്യം സ്ഥാനം മാറ്റി വെക്കണോ, റിമൂവ് ചെയ്യണോ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ, എങ്ങനെയാണ്? അത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് സ്ഥാനാർബുദം വന്നാൽ സ്ഥാനം മാറ്റുന്ന ശസ്ത്രക്രിയയായിരുന്നു പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തല്ല കുറേ വർഷങ്ങളായിട്ട് പല പുതിയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ സ്ഥാനം മാറ്റി പൂർണ്ണമായും നീക്കം ചെയ്യാതെ തന്നെ ഈ കട്ടി മാത്രം എടുത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന രീതി വളരെ വളരെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിന് വേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ ചെറിയ കട്ടിയായിരിക്കണം, ഏർലി സ്റ്റേജിൽ വരണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ സനം നീക്കം ചെയ്യാതെ തന്നെ ഇപ്പം നമ്മൾ വിളിച്ച ഒരു പ്രേക്ഷക സ്ഥാനാർബുദത്തിൻ്റെ ഭാഗമായിട്ട് സനം നീക്കം ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അതില്ലാതെ തന്നെ ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിനുള്ള ഒരു അവബോധമാണ്, പ്രത്യേകിച്ച് രോഗികളുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഞങ്ങൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ ഈ സമൂഹത്തിലെ പല വിശ്വാസങ്ങൾ കൊണ്ടായിരിക്കണം ഈ സ്ഥാനാർബുദം വന്നാൽ സനം മാറ്റണം എന്നാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് നിർബന്ധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മാത്രമല്ല ഈ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെയുള്ള സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ചെയ്യാം. ഒരു പക്ഷേ സ്ഥാനം നീക്കം ചെയ്യേണ്ടി വന്നാൽ പോലും ഈ റീകൺസ്ട്രക്ഷൻ, അതായത് സ്ഥാന പുനർനിർമ്മാണം, അത് ചെയ്യാം. അതും നമുക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് സ്ഥാനം നിലനിർത്തുക അഥവാ സ്ഥാനം നീക്കം ചെയ്യുകയാണെങ്കിൽ അത് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള ഒരു സ്ത്രീയുടെ അവകാശമാണ്. അത് ചോദിച്ച് തന്നെ വാങ്ങിക്കണം. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ ലെവിൻ്റെ സമയം ഏകദേശം പൂർണ്ണമാകാറായി. ഡോക്ടറിന് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പൊതുവെ അർബുദത്തിനെതിരെ എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ഓക്കെ, അതിന് പ്രധാനമായിട്ട് ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർബുദം വരാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനമായൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതവണ്ണം, വ്യായാമത്തിൻ്റെ കുറവ്. നല്ലവണ്ണം വ്യായാമം ചെയ്യുക, അമിതവണ്ണം കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ഇത് പിന്നെ പലപ്പോഴും സ്ഥാനാർബുദം കണ്ടുപിടിക്കാതിരിക്കുന്നതിന് കാരണം നമുക്ക് വരുന്ന സിംറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. സ്ഥാനത്തുണ്ടാകുന്ന കട്ടി നമ്മൾ പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ ഒരു സാമൂഹ്യ സ്ഥിതിക്ക് വെച്ചിട്ട് പലപ്പോഴും സ്ത്രീകൾ ഈ സ്ഥാനമൊക്കെ പോയി ഡോക്ടർമാരെ കൊണ്ട് കാണിക്കാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ടാബുവാണ്. അത് കാരണമാണ് പല ബ്രസ്റ്റ് ക്യാൻസറുകളും വളരെ ലേറ്റായ സ്റ്റേജിലോട്ട് പോകുന്നത്. അപ്പം 3ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർബുദം ഇപ്പം നമുക്ക് എന്തെങ്കിലും രീതിയിൽ അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ ഇതിന് വളരെ പ്രാവീണ്യം സൃഷ്ടിച്ച ഡോക്ടർമാരുടെ അടുത്ത് മാത്രം പോവുക. ഒരു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോഗ്നോസ്റ്റിക് ഫാക്ടർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. സ്ഥാനാർബുദത്തെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.